ഒരുപാട് കാത്തിരുന്ന വീഡിയോ. അതായത് ഹോം ഇൻസ്പെക്ഷന് ഹെൽത്ത് ഇൻസ്പെക്ടർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഇവിടെ ഹോം വിസിറ്റിന് വന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഒന്നും അത്ര സ്ട്രെസ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. ആദ്യം തന്നെ അവർ നമ്മളോടൊരു കോഴ്സ് ചെയ്യാൻ പറയും. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വീഡിയോയിലോട്ട് വാട്ടോ. കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്നത്. ടൈമും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സർപ്രൈസ് ആയിട്ടൊന്നും വിസിറ്റ് ചെയ്യത്തില്ല കേട്ടോ. എൻ്റെ കിച്ചൺ കണ്ടപ്പോഴേ ആള് നല്ല ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കണം. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ബേക്കിംഗ് സ്പേസ് ഉണ്ട്. ഞാനതൊരു വേറെ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നേ. പക്ഷേ ഇതൊന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങൾ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലോ റെൻറ്റഡ് ഹൗസിലാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ബേക്കിംഗ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കിട്ടും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു കബേർഡിലാണ് നിങ്ങൾ സാധനങ്ങളെല്ലാം വെക്കുന്നതെന്ന് ഓർത്തോ. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ബേക്കിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. എല്ലാം പിന്നെ ബേക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഓപ്പൺ ആയിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ട് സീൽ ചെയ്ത് വെക്കുക. അത് എന്നാണ് ഓപ്പൺ ആക്കിയത് എന്നുള്ളത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം, മറക്കരുത്. പിന്നെ ആളുടെ അടുത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാനിവിടെ പർച്ചേസ് ചെയ്യുന്ന ഷോപ്സിന്റെ പേര് പറഞ്ഞു. ആൾ പറഞ്ഞു അതിൻ്റെയൊക്കെ ബിൽസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാണെന്ന് അറിയോ? അത് നമ്മൾ ഈ ബിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുറേ സാധനങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്യുമല്ലോ. അതായത് നിങ്ങൾ ഇപ്പോൾ കാണാം ഡൺസ് റീകോൾഡ് സച്ച് ആൻഡ് സച്ച് മിൽക്ക് പ്രോഡക്ട്സ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇന്നതിൻ്റെ കണ്ടന്റ് കണ്ടു അതുകൊണ്ട് റീകോൾ ചെയ്തു. അപ്പം നമ്മൾ ആ പെർട്ടിക്കുലർ ദിവസമാണ് നമ്മുടെ സാധനം പർച്ചേസ് ചെയ്തതെങ്കിൽ ഈ ബില്ല് നോക്കിയാൽ നമുക്കറിയാം ആ സാധനങ്ങൾ നമുക്ക് മാറ്റാം, വേറെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പോലെ നമ്മൾ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കണം കേട്ടോ. എന്നോട് ഇവിടെ ഡിഷ് വാഷർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഡിഷ് വാഷർ ഇല്ലെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ കേക്ക്സ് ബേക്ക് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് വാഷിംഗ് ഏരിയ വേണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബേക്ക് ചെയ്യരുത്. കുക്കിങ്ങിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടാവരുതെന്ന് അവർ പറഞ്ഞു. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയം എക്സ്ക്ലൂസീവ് ആയിട്ട് ബേക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അതുപോലെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി അവർ ചോദിച്ചില്ല. പിന്നെ വീട്ടിൽ ആരെങ്കിലും സിക്ക് ആകുവാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ഓർഡർ ക്യാൻസൽ ചെയ്യണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് ടെമ്പറേച്ചർ എന്ത് ഫ്രിഡ്ജ്. നിങ്ങൾ ആ കോഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഐഡിയൽ ടെമ്പറേച്ചർ ടു സ്റ്റോർ ഇൻ ഫ്രിഡ്ജ് ഇസ് 3 to 5 ഡിഗ്രി സെൽഷ്യസ്. ഒരിക്കലും 5 ഡിഗ്രിയിൽ കൂടുതൽ കൂടാൻ പാടില്ല. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരോടൊക്കെ ടെമ്പറേച്ചർ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നോടത് ചോദിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കേക്ക്സ് മാത്രമല്ല എന്തും ഡയറി പ്രോഡക്ട്സ് നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിലും ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റ് വേണം. അതുപോലെ ഇപ്പോൾ കേക്ക്സ് ആണെങ്കിൽ അതൊരു ക്ലോസ്ഡ് കമ്പാർട്ട്മെന്റിൽ വേണം സ്റ്റോർ ചെയ്യാൻ. ഞാനിവിടെ എൻ്റെ കേക്ക് ബോക്സസ് കാണിച്ചു കൊടുത്തു. ആള് ഹാപ്പിയാണ്. അത് കേക്ക് ബോക്സസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ അയർലൻഡിലെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു സിമ്പിൾ ഉണ്ട്. ഒരു വൈൻ ഗ്ലാസും ഫോക്കും കൂട്ടുള്ള ഒരു സിമ്പിൾ. അപ്പം നിങ്ങൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ഈ സിമ്പിളുള്ള കേക്ക് ബോക്സ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അലർജൻ സ്റ്റിക്കേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കേക്കിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ കസ്റ്റമറിനെ നോട്ടിഫൈ ചെയ്യണം. ഇന്ന സാധനങ്ങൾക്ക് അലർജിക്ക് ആണെങ്കിൽ നിങ്ങളോട് മെൻഷൻ ചെയ്യാൻ പറയണം. അതല്ലെങ്കിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, അവരതിനെ അലർജിക്ക് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ഒരു റിപ്ലൈ അത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അലർജൻ സ്റ്റിക്കർ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ആള് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു റെസിപ്പി ബുക്ക് പോലെ തയ്യാറാക്കിയിട്ടോ. ഫുൾ റെസിപ്പി ഒന്നും വേണ്ട. അതിൻ്റെ അകത്ത് എന്ത് കേക്കാണോ ആ കേക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അലർജൻസ് എന്തൊക്കെയാണ്, അത് നിങ്ങൾക്ക് പ്രിന്റും എടുക്കാം അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയാലും ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓർഡേഴ്സ് എഴുതാനായിട്ട് ഒരു ബുക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇത്രയും സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പേര് ഇങ്ങോട്ട് അയച്ചു തന്നു കേട്ടോ. ഞങ്ങളോട് ഇതൊക്കെയാണ് ചോദിച്ചതെന്ന്. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം പലരും എൻ്റെ അടുത്ത് എൻക്വയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പെസ്റ്റ് കൺട്രോളിന് ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് അവർ. അതായത് നമ്മളെപ്പോഴും പെസ്റ്റ് എന്തെങ്കിലും റോഡൻസോ എന്തെങ്കിലും നമ്മളുടെ ബേക്കിംഗ് സ്പേസിലോട്ട് കയറുന്നുണ്ടോ എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് മാസത്തിൽ ഒരു വട്ടോ ആഴ്ചയിൽ ഒരു വട്ടോ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്.
അതുപോലെ തന്നെ എനിക്കൊരാൾ അയച്ചു തന്നതാണ്, നമ്മളുടെ വീട്ടിൽ സെൻട്രൽ വാട്ടർ സപ്ലൈ അല്ല, വെൽ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ ടെസ്റ്റിംഗ് വേണം എന്ന് പറഞ്ഞു. അത് ആക്ച്വലി എന്ത് ടെസ്റ്റ് ആണെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ട്, അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ടാപ്പിൽ ബോത്ത് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വരുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തു, രണ്ടും വരുന്നുണ്ടായിരുന്നു. എസൻസും കളേഴ്സും ഒക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഹാൻഡ് വാഷിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നേഴ്സ് എന്ന രീതിയിൽ ഞാൻ പറയുവാണെങ്കിൽ നേഴ്സസിന്റെ ലൈഫിൽ ഹാൻഡ് വാഷിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഒരു ബേക്കറിന്റെ കാര്യത്തിലും ഹാൻഡ് വാഷിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചതും എന്നോട് പലര് അയച്ചു തന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഇനിയും രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നോക്കുന്നവർക്ക് ഹെൽപ്പാകും. പലരും പല റീസൺസ് കൊണ്ടും പേടിച്ച് ഇപ്പോഴും രജിസ്ട്രേഷൻ എടുക്കാത്തവരുണ്ട്. അപ്പം ഇതൊരു നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, രജിസ്ട്രേഷൻ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ വട്ടം അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല എന്നാണെങ്കിലും അവർ എന്തൊക്കെയാണോ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മളോട് പറയും. അക്കാര്യങ്ങൾ നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഹോം വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ തരും. പിന്നെ ഇയർലി അല്ലെങ്കിൽ 2 ഇയർ കൂടുമ്പോഴാണ് കേട്ടോ ഇവർ പിന്നെയും റീവിസിറ്റ് ചെയ്യുന്നത്. അതും നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നമ്മൾക്കും അവർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ദിവസം നോക്കി അവർ പിന്നെ വിസിറ്റും ചെയ്യത്തുള്ളൂ.